വീരർത്തൻ ഗാഥ ചൊല്ലാനായി ദേശഭക്തി മനസ്സിൽ നമ്മിൽ ജ്വലിപ്പാനായി ഇതാ വന്നല്ലോ കൃഷ് കൃഷ് പാൾട്ടി ബോയ് ഭാരത് ഹൈ ആഹാ, നല്ല ചൂടുള്ള ഓട്സ്. ഇതാണ് നല്ല ശരിക്കുള്ള ഗുഡ് മോർണിംഗ്. ശരിയല്ലേ ബാട്ടി ബോയ്? നീ എന്തിനാ കൃഷിനെ പോലെ കാണിക്കുന്നത്? എന്തിനാ അവന്റെ വായിന് സ്പൂൺ എടുത്തത്? ഇറ്റ്സ് നോട്ട് ഫണി. അതെനിക്ക് താ. ആദ്യം എക്സസൈസ്. അത് ഞാൻ ഇന്നലെ ചെയ്തതല്ലേ? അതെ, ദിവസവും അത് ചെയ്യണം. ഞാൻ ദിവസവും ജോഗിങ്ങിന് പോവും. ബട്ട് ഞാൻ ചെയ്യില്ല ഈ ജോഗിങ് ബോഗിങ്. കൊള്ളാം സാർ. ശരി, നോക്കൂ, ഇത് ഞാൻ നിങ്ങളുടെ ഓട്സ് പാത്രവുമായി ഓടുന്നു. എന്നെ പിടിച്ചാൽ ഈ പാത്രം നിങ്ങളുടേത്. അങ്ങനെ തൃശ്ശും കൃഷും തമ്മിലുള്ള ക്യാഷ് ക്യാഷ് കളി തുടങ്ങി. വീണു പോ, സൂക്ഷിച്ച്. പിടിക്കാൻ പറ്റുമോ നോക്ക്. അവിടെ നിക്ക്, അവിടെ നിക്കാൻ. പിന്നെ നിനക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ നിന്ന് തരല്ലേ? അവിടെ നിക്കാനല്ലേ പറഞ്ഞേ? എന്താ ഇത്ര പതുക്കെ വരുന്നേ? നീ ഭയങ്കര സ്ലോ ആണല്ലോടാ. എനിക്ക് നല്ല ക്ഷീണായി. എന്നാ കൃഷ്, നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ എന്തിനെന്നെ എത്ര നേരിട്ട് ഓടിച്ചത് നീ? കാരണം ഇന്നത്തെ നിന്റെ എക്സസൈസ് കഴിഞ്ഞല്ലോ. ദിവസം ഇതുപോലെ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നിന്റെ സ്റ്റാമിന വർദ്ധിക്കും, അല്ലേ സംസ്കൃതി? Absolutely. Yoga, meditation and healthy eating keeps the doctor away. എന്തെങ്കിലും മനസ്സിലായോ മടിയൻ കൃഷ്? മതി മതി, വലിയ ഝാൻസി റാണിയാണെന്നാ വിചാരം. ഝാൻസി റാണിയോ? പക്ഷെ ട്രിഷ് ഇതുവരെ ഝാൻസിയിലേക്ക് പോയിട്ടേ ഇല്ലല്ലോ. പക്ഷെ തല്ല് പിടിക്കുമ്പോ അതേ ചങ്കൂറ്റാണ് ഇവൾക്ക്. ചങ്കൂറ്റോ? നീ എന്തായി പറയണേ? ധൈര്യത്തോടെ യുദ്ധം ചെയ്തൊരു ധീരവരതയാണ് ഝാൻസി റാണി. വാവ് കൃഷ്, ഈ കഥയൊക്കെ പറയാൻ മാത്രം ഇത്രയ്ക്ക് ഓർമ്മയുണ്ടോ നിനക്ക്? എന്നാ കഥ എനിക്കൂടെ പറഞ്ഞു തരാമോ പ്ലീസ്? ഉറപ്പായിട്ടും പറയാം, പക്ഷെ ഒരു നിബന്ധന. ഇന്നെന്നെ കൊണ്ട് ഒരുപാട് എക്സസൈസ് ചെയ്യിപ്പിച്ചില്ലേ, ട്രിഷിന്റെ പകുതി ഭക്ഷണം കൂടി ഞാൻ കഴിക്കും. ശരി, എന്നാ പിടിക്കും. സംസ്കൃതി സ്റ്റോറി മോഡ് ഓൺ. മണികർണിക അഥവാ റാണി ലക്ഷ്മിബായി ജനിച്ചത് 1828 ബനാറസിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു. റാണിയുടെ അച്ഛൻ മോരോപത് തബ്ബെ, അമ്മയുടെ പേര് ഭാഗ്യരഥി ബായ്. റാണിയുടെ അമ്മയുടെ മരണത്തിനു ശേഷം അവളുടെ ധീരത തിരിച്ചറിഞ്ഞ് പേഷ്വ ബാജിറാവു രണ്ടാമൻ ഇവളെ ഒരു ധീരവനിതയായി തന്നെ വളർത്തി. നാനാ സാഹിബിനോടും താത്തിയ ടോപ്പയുടെയും ഒപ്പം ചേർന്ന് യുദ്ധമുറകൾ പരിശീലിച്ച അവൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പോരാളിയായി മാറി. നാനാ സാഹിബും താത്തിയ ടോപ്പയും പിന്നെ ഈ മണികർണികയും ഒന്നിച്ചു നിന്നാൽ പിന്നെ നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അത്ഭുതം തന്നെ മനു. വാൾപ്പയറ്റിലുള്ള നിന്റെ കഴിവ് കണ്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയി. നാനാ സാഹേബ്, അങ്ങ് മനുവിന്റെ കുതിര സവാരി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇല്ലല്ലോ. എന്നാൽ ഒരു സവാരി പോയാലോ? അതിനെന്താ ബാദൽ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. മനു അവന്റെ കുതിര പാതരുടെ പുറത്തിരുന്ന് കാറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്കാലം മുതല് മണികർണിക ഛത്രപതി ശിവാജി മഹാരാജിനെയാണ് ഗുരുവായിട്ട് കരുതിയത്. അദ്ദേഹത്തെ പോലെ തന്നെ തന്റെ മാതൃഭൂമിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇതിനിടയിൽ കമ്പനി പട്ടാളത്തിന്റെ ശ്രദ്ധ ഝാൻസിന്മേലായി. ആ സമയത്ത് രാജാ ഗംഗാധർജി ആയിരുന്നു ഝാൻസിയിലെ രാജാവ്. അദ്ദേഹത്തിന് പിൻഗാമികൾ ആരും ഉണ്ടായിരുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ മണികർണിക അദ്ദേഹം തന്നിലും പ്രായത്തിൽ ഒരുപാട് മുതിർന്നയാളാണെന്ന് അറിഞ്ഞിട്ട് കൂടെ തന്റെ മാതൃരാജ്യമായ ഝാൻസിയെ സംരക്ഷിക്കാൻ വേണ്ടി പൂർണ്ണ മനസ്സോടെ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ തയ്യാറായി. പേഷ്വയുടെ രണ്ടാമത്തെ ബാജിറാവു, തത്തയ ടോപ്പെ, നാനാ സാഹിബ് പിന്നെ മണികർണിക പാലസ് ലൈബ്രറിയിൽ വെച്ച് സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാൻ കണ്ടുമുട്ടിയപ്പോൾ മണികർണിക പറഞ്ഞു, മഹാരാജാവ് ശിവാജിയും സ്വരാജിന് വേണ്ടി വിവാഹം എന്ന സങ്കല്പത്തെ പിന്തുണച്ചിരുന്നു. ഇതേ ചിന്താഗതിയാണ് എനിക്കും. ഈ വിവാഹത്തിലൂടെ വെള്ളക്കാരുടെ ദൃഷ്ടിയിൽ നിന്നും ഝാൻസിയെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ മഹാരാജാവ് ഗംഗാധർ റാവുവിനെ അറിയിച്ചുകൊള്ളൂ. മണികർണികയ്ക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണിത്. ഞങ്ങളുടെ പൊന്നുമോള് ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ കുട്ടിയായോ? പേഷ്വ ബാജിറാവു മണികർണികന് ഈ കാര്യം അറിഞ്ഞു പുകഴ്ത്തി. ഗംഗാധർ റാവു മണികർണികയെ കല്യാണം കഴിച്ചു.
അവരവരുടെ ഭാര്യമാരെടുത്ത് ഗുഡ് ബൈ പറഞ്ഞതിന് ശേഷം ഗംഗാധർ റാവുവും റാണി ലക്ഷ്മിബായും ഝാൻസി പാലസിനകത്തേക്ക് പോയപ്പോൾ രാജാവിനെ കാണാൻ ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നു. ജനങ്ങൾ അവരുടെ റാണി ലഹങ്കയൊക്കെ കൊടുത്ത് കുതിരയിൽ വന്നപ്പോൾ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഗംഗാധർ റാവു ഇത് ജനങ്ങളോട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ ഝാൻസി റാണി ലക്ഷ്മിബായി എന്നറിയപ്പെടും. പെട്ടെന്ന് ജനങ്ങളുടെ അടുത്തിന് ഒരു മയില് മൊത്തം പൂ ഒട്ടിച്ചിട്ട് റാണിയുടെ കാൽക്കലിലേക്ക് വന്ന് വീണു. ഇതാരാണ് ചെയ്തത്? ഇത് കേട്ടിട്ട് ഒരു കൊച്ചു ജനങ്ങളുടെ അടുത്തിന് വന്നു. ആ കൊച്ചു കാണാൻ റാണിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. എന്താ നിന്റെ പേര്? ജൽക്കാരി. ജൽക്കാരി, എന്റെ തോഴിയാവാൻ സമ്മതമാണോ? അതടിയന്റെ ഭാഗ്യമാണ് രാജ്ഞി. രാജാ ഗംഗാധർ റാവു വിജയിക്കട്ടെ, റാണി ലക്ഷ്മിബായി വിജയിക്കട്ടെ. കൊള്ളാലോ. ഇതെന്താ സംഭവം? ഡബിൾ റോൾ ആണോ? മുഖം മാത്രമായിരുന്നില്ല, ചൽക്കാരി ദേവിയുടെ ധൈര്യവും ലക്ഷ്മിബായിയുടെ പോലെ തന്നെയായിരുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവൾ റാണി ലക്ഷ്മിബായിയുടെ പരിചാരികമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവളായി മാറി. റാണി ലക്ഷ്മിബായിയുടെ ഒരു നിഴല് പോലെ അവൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായി. റാണി ലക്ഷ്മിബായി ആണെങ്കിൽ ചൽക്കാരിയെ മാത്രമല്ല എല്ലാ പ്രജകളെയും സ്വന്തം കുടുംബത്തെ പോലെയാണ് കണ്ടിരുന്നത്. പ്രജകൾക്കാണെങ്കിൽ തങ്ങളുടെ പുതിയ റാണിയെ വളരെ ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും രാജകുമാരന്റെ പിറവിക്കായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ജനിച്ച ഉടനെ രാജകുമാരൻ മരിച്ചുപോയി. റാണി വളരെ ദുഃഖിതയായിരുന്നു. രാജാവിന്റെ അവസ്ഥയും മോശമായിരുന്നു. കമ്പനി പട്ടാളം ഝാൻസിയെ തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. മേജർ ആലസ്, ഝാൻസിയുടെ രാജാവ് ഗംഗാധർ റാവുവിന് പിൻഗാമികൾ ആരും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് നിയമപ്രകാരം ഹിന്ദു രാജാക്കന്മാർ ആരെങ്കിലും പിൻഗാമികൾ ആരുമില്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ രാജ്യവും മറ്റ് സ്വത്തുവകകളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് തന്നെ വന്നു ചേരും. റൈറ്റ് ക്യാപ്റ്റൻ മാർട്ടിൻ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഝാൻസി നമ്മുടെ കയ്യിലാകും. ആ വെള്ളക്കാരൻ ഝാൻസിയിൽ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല. ഇതാണ് മഹാരാജാവിന്റെയും എന്റെയും തീരുമാനം. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനെ ദത്തെടുക്കാൻ പോകുന്നു. ഇന്നു മുതൽ ഈ കുഞ്ഞാണ് നമ്മുടെ മകൻ. മാത്രമല്ല ഝാൻസിയുടെ യുവരാജാവും ഇവൻ തന്നെ. ഇവനാണ് ദാമോദർ റാവു. ഇവൻ വളർന്നു വലിയവനാകുന്നതുവരെ രാജ്യകാര്യങ്ങളുടെ ഭാരമെല്ലാം ഞാൻ റാണി ലക്ഷ്മിബായിയെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ഈ സന്തോഷം അധികകാലം ഉണ്ടായിരുന്നില്ല. മഹാരാജ് ഗംഗാധർ റാവു മരിച്ചു. പിന്നെ കമ്പനി സർക്കാർ ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞ് ഝാൻസിനെ കൈത് ചെയ്യാൻ നോക്കി. ഡോക്ടർ ഇനോഫ് ലാബ്സ് നിയമപ്രകാരം ദത്തെടുക്കപ്പെട്ട ദാമോദർ റാവുവിനെ പിൻഗാമിയായി അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് വെള്ളക്കാർ അറിയിച്ചിരിക്കുന്നു. വെള്ളക്കാർ ഒരു പക്ഷേ ദത്തെടുത്ത കുഞ്ഞിനെയും സ്വന്തം കുഞ്ഞിനെയും വ്യത്യസ്ത കണ്ണുകളോടെയായിരിക്കും കാണുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഭാരതീയ സംസ്കാരത്തിൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെ പുത്രനേക്കാൾ യശോദയുടെ പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മകന്റെ അവകാശത്തിൽ മറ്റാരെയും കൈകടത്താൻ അനുവദിക്കില്ല. റാണി ലക്ഷ്മിബായി ഒരുപാട് നിയമപുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഡോക്ട്രിൻ ഓഫ് ലാബ്സിനെ എതിർത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കത്തുകൾ അയക്കാൻ തുടങ്ങി. നിയമപ്രകാരം അവർക്ക് ഝാൻസിയുടെ മേൽ അധീശത്വം നേടാനാകില്ലെന്ന് അറിയിച്ചു. പക്ഷേ റാണിക്കറിയാമായിരുന്നു, ഭ്രാന്ത് പിടിച്ച വെള്ളക്കാരുടെ പട അതൊന്നും അംഗീകരിക്കില്ല എന്ന്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തങ്ങളുടെ യോദ്ധാക്കളെയെല്ലാം അവർ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. ജൽക്കാരി, ഇന്നു മുതൽ സ്ത്രീകളുടെ ഈ സേനയ്ക്ക് നീയാണ് സേനാധിപതി. ഝാൻസിക്ക് വേണ്ടിയും റാണിക്ക് വേണ്ടിയും യുദ്ധം ചെയ്യാൻ കഴിഞ്ഞതെന്റെ ഭാഗ്യമാണ്. റാണി ലക്ഷ്മിബായി വിജയിക്കട്ടെ, റാണി ലക്ഷ്മിബായി വിജയിക്കട്ടെ, റാണി ലക്ഷ്മിബായി വിജയിക്കട്ടെ, റാണി ലക്ഷ്മിബായി വിജയിക്കട്ടെ. ഝാൻസിയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സ്വാതന്ത്ര്യം എന്ന ആഗ്രഹം കാട്ടുതീ പോലെ പടർന്നിരുന്നു. അതിനെ അണക്കാനായി കമ്പനി ഭരണകൂടം സർ ഹ്യൂ റോസിനെ അയച്ചു. റോസ് ഒരു വലിയ പടയെ കൂട്ടിയിട്ട് ഝാൻസിയുടെ നേരെ നീങ്ങി. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാന്തമേ കരീയസി. മാതാവും മാതൃഭൂമിയും സ്വർഗത്തിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് അതിന്റെ രക്ഷയ്ക്കായി നമ്മൾ ഇന്ന് പോരിനിറങ്ങുകയാണ്. മരിക്കേണ്ടി വന്നാലും നമ്മൾ ഒരടി പോലും പിന്നോട്ട് വെക്കില്ല. എന്റെ ജീവൻ പോയാലും ശരി, എന്റെ ഝാൻസിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ജയ് ഭവാനി, ജയ് ഭവാനി, ജയ് ഭവാനി, ജയ് ഭവാനി.
അയ്യോ, ഈ സ്റ്റോറി മോഡ് എങ്ങനെയാ ഓഫായി പോയേ? കഥ ഇനിയും ഒരുപാട് ബാക്കിയുണ്ടല്ലോ. അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. റാണി ലക്ഷ്മിബായി ഝാൻസിയെ രക്ഷിച്ചോ? വെള്ളക്കാരെല്ലാം തോൽപ്പിച്ചോടിച്ചോ? പറയാം ബാൾട്ടി ബോയ്, എല്ലാം ഞാൻ പറയാം. പക്ഷെ അത് ഝാൻസി റാണിയുടെ കഥയിലെ പാർട്ട് 2-ലാണ്. അതുവരെ നീയും കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ഒരു വിഷയം ഓർത്തു വെച്ചോളൂ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ് ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. ധീരയായ പെൺമണി ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ കഥ. അഭിമാനത്തോടെ പറയൂ, ഭാരത് ഹൈ ഹം. ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ട്രീഷ് ട്രീഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.